എന്താ ഇന്നത്ര സ്നേഹം? അതിനുള്ള കാരണമൊക്കെ ഉണ്ട്. ഞാനൊരു അച്ഛനാകാൻ പോവല്ലേ. അതിപ്പോഴല്ലോ അറിഞ്ഞത്. അതിപ്പോഴാണ് അറിഞ്ഞതെന്ന് ഞാൻ വെറുതെ ഒന്ന് സങ്കല്പിച്ചു. അവൻ മൊണ്ണേ. ഓക്കെ, അപ്പൊ എനിക്ക് എപ്പോഴും വരാറുള്ള ചോദ്യമാണ്, ആശാനെ ക്രിയാറ്റിൻ കഴിച്ച ഹെയർ ലോസ് വരുമോ എന്നുള്ളത്. ഇതെന്താണ്? ഇത് ആരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ക്രിയാറ്റിൻ കഴിച്ച ഹെയർ ലോസ് വരും എന്നുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ ക്രിയാറ്റിൻ കഴിച്ച ഹെയർ ലോസ് വരും എന്നുള്ളത്? ഞാൻ ഇതുവരെ കേട്ടുള്ളല്ലോ. സീരിയസ്ലി പറയണമെങ്കിൽ ക്രിയാറ്റിൻ കഴിച്ച ഹെയർ ലോസ് വരില്ല. പക്ഷേ പണ്ട് ഒരു സ്റ്റഡീസ് പറഞ്ഞതെന്ന് വെച്ചാൽ ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ, അതായത് DHT എന്ന ഹോർമോൺ കൂടുതൽ ഇൻക്രീസ് ആവുന്നുണ്ട്. ഈ ഹെയർ ലോസിന് മെയിൻ കാരണം അത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. പക്ഷേ ഇതുവരെ അവർക്ക് ഒരു പ്രൂഫും തരാൻ പറ്റിയിട്ടില്ല ക്രിയാറ്റിൻ കഴിച്ച് ഹെയർ ലോസ് ഉണ്ടാവുന്നുള്ളത്. അപ്പൊ അത് പ്രകാരം കുറച്ച് പേര് ഇതിനു വേണ്ടി ഒരു ടെസ്റ്റ് നടത്തി, ഒരു 12 വീക്ക് പ്രോഗ്രാം. ഇതിലൂടെ കാണാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ അവർ ഈ ക്രിയാറ്റിൻ യൂസസ് ചെയ്തു തുടങ്ങി. ഡെയിലി ബേസിസിലായിട്ട് 5 ഗ്രാം വെച്ച് ക്രിയാറ്റിൻ കഴിക്കുന്നു. എന്നിട്ട് ഒരു 12 വീക്സ് കഴിഞ്ഞിട്ട് അവരുടെ എല്ലാവരുടെയും റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു DHT ഹോർമോണിന്റെ ലെവൽ സ്ലൈറ്റ്ലി ഇൻക്രീസ് ആയിട്ടുള്ളൂ. പക്ഷെ അവരുടെ ഹെയർ ലൈൻ ബേസിസ് ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ ആ ഒരു സ്റ്റഡി പ്രകാരം നമുക്ക് വേണമെങ്കിൽ പറയാം ക്രിയാറ്റിൻ ഡസ് നോട്ട് മേക്ക് ഹെയർ ലോസ്. ഇത് ജെനറ്റിക്സാണ്, അത് പോയി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഫോളോ ഫോർ മോർ ടിപ്സ്.